അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് കർണാടക ഹോണവാറിലെ ശരാവതി കാണ്ടില മാംഗ്രൂവ് ബോർഡ് വാക്കിലേക്കാണ്. കർണാടകയിലെ എവിടത്തെയും പോലെ തന്നെ ഇവിടെയും നമ്മളെ വരവേൽക്കുന്നത് പശുവാണ് കേട്ടോ. ഈ കക്ഷിയുമായിട്ട് പശു അത്ര രസത്തിലല്ല. ബോർഡ് വാക്കിനുള്ള എൻട്രൻസ് ആണ്. ഏകദേശം 1.5 കിലോമീറ്റർ ആണ് ബോർഡ് വാക്ക് ഉള്ളത്. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മരത്തടിയാണ് കേട്ടോ. ചില ഇടങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പാലത്തിന് ഒരു കുലുക്കം ഉള്ളതായിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതെന്റെ പേടിയുടേതായിരിക്കാം. എന്തായാലും കിടിലം അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉള്ളിലേക്ക് കടന്നത്. ശരാവതി നദിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കണ്ടൽക്കാടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ബോർഡ് വാക്കിന് ശരാവതി കാണ്ടില ബോർഡ് വാക്ക് എന്ന് പേരും വീണത്. ഉച്ച സമയത്താണ് നമ്മൾ എത്തിയതെങ്കിലും അധികം ചൂട് തോന്നാത്തൊരു കാലാവസ്ഥയായിരുന്നു ഇവിടുത്തെ. കണ്ടൽക്കാട് കാണുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം പക്ഷികളും പിന്നെ ഞണ്ടുകളും ഒക്കെ ഇവിടെ കാണുന്നു. സൈഡിലായിട്ടൊക്കെ വള്ളിച്ചെടികളൊക്കെ ഒത്തിരി ഉണ്ട്. ഈ ഒരു 1.5 കിലോമീറ്റർ നടക്കാനായി നമുക്ക് ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത്. കണ്ടൽ വനങ്ങൾ നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പക്ഷി നിരീക്ഷകർക്കും ഈ ഒരു സ്ഥലം ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നടത്താനായിട്ടുള്ള ഏകദേശം 4 കപ്പിൾസിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരിടമാണ്. എന്റെ ഈ നടത്തം കാണുമ്പോഴേ അറിയാം ഞാൻ പേടിച്ചാണ് നടക്കുന്നത്. ഈ കാണുന്നത് ഞണ്ടാണ്. കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലായിട്ട് ഇത്തരം ധാരാളം ഞണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. കടൽ തീരങ്ങളിലും കായൽ പ്രദേശങ്ങളിലും ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ കണ്ടൽ എന്ന് പറയുന്നത്. ഷോക്ക് അബ്സോർബറുകൾ എന്നും ഈ ഒരു ചെടി അറിയപ്പെടുന്നു. കടലാക്രമണം, കൊടുങ്കാറ്റ്, സുനാമി എന്നിവയിൽ നിന്നുമൊക്കെ തീരദേശത്തെ സംരക്ഷിച്ചു വരുന്നത് ഈ ഒരു ചെടിയാണ്. തീരദേശ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഇത്തരം ചെടി ഈ ഒരു തരത്തിൽ സംരക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് റൈഡും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അവസാനം നമ്മൾ 2 കൊക്കിനെയും കണ്ട് അവിടെ നിന്നും വിട